ഈ കൊല്ലം ഒളിമ്പിക്സ് പാരീസിലാണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ ആവേശം ഇങ്ങ് ബ്രിസ്ബെയിനിലും ഉണ്ട്. അവിടെ ഒരു ചെറിയ ഈഫൽ ടവർ വരെ അവിടെ ഒരു പണിത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്ക്രീനുണ്ട്. അവിടെ എല്ലാ കളിയും ഓസ്ട്രേലിയയുടെ എല്ലാ ഇവൻറ്റും കാണിക്കുമായിരിക്കും. അവിടെ എല്ലാ സ്പോർട്സിൻ്റെയും അല്ലെങ്കിൽ ഒളിമ്പിക്സിലുള്ള എല്ലാത്തിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ സെറ്റപ്പ് തന്നെ. ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നു. അവിടെ ബാഡ്മിൻ്റൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോളിബോൾ അപ്പുറം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കും എല്ലാം പോയി ഒന്ന് കളിച്ച് നോക്കാം. ഏതായാലും വന്നല്ലേ. ഇതെന്താണ് സാധനം? സോ ഒളിമ്പിക്സ് ഇൻ ബ്രിസ്ബെയിൻ. ധാരാളമൊന്നും അറിഞ്ഞൂടെ. എന്താണെങ്കിലും കഴുത്തലൊരു സ്വർണ്ണ മെഡലൊക്കെ ഉണ്ട്. അടുത്ത ഇനിയും വല്ല പഴയ ഒളിമ്പിയൻ അന്തോണി ആന്തി വല്ലതും ആണോന്ന് അറിഞ്ഞൂടാ. അതാണെങ്കിലും പുള്ളിക്കാരി TV കാര്യം ഇൻ്റർവ്യൂ എടുക്കുന്നു, പിള്ളേർ കളിക്കുന്നു, ഈ ഫിൽറ്ററിൻ്റെ ചുവട്ടിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. നമ്മളെ പറ്റിച്ച് വഴി കൂടെ പോകുന്നവർക്കൊക്കെ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഇത് വഴി കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ച് അവർക്ക് തോന്നുന്നവർക്ക് ഫ്ലാഗും കൊടുത്ത് മെഡലും കൊടുത്ത് നിന്ന് കഥാപ്രസംഗം പഠിക്കുന്ന സംഭവമായിരുന്നു. നല്ല ചെറുക്കാൻ ഹാപ്പി. അവിടെ ഉണ്ട് ആൾക്കാരൊക്കെ വന്ന് പായം പിരിച്ച് അല്ലെങ്കിൽ കസേര ഇട്ട് ഇരിക്കുക ഒളിമ്പിക്സിൻ്റെ ഒരു ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഫുട്ബോളിൻ്റെ സ്ക്രീനിങ് നടത്തുന്ന പോലെ. അത് നമ്മൾ പിള്ളേർ മാത്രമല്ല പ്രായമായവർ വരെ തന്നെ വന്നിരിപ്പുണ്ട്. അതാണ് അവർക്ക് സ്പോർട്സിനോടുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ എന്തൂസിയാസമൊക്കെ കാണിക്കുന്നത്. എല്ലാവരും ഓസ്ട്രേലിയയുടെ ദാണ്ട തൊപ്പിയോ അല്ലെങ്കിൽ തന്നെ ഫ്ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനമോ ഒക്കെ ഇട്ടാണ്ട് അന്നിരിക്കുക, എന്തായാലും കഴിക്കുക. ഇഷ്ടംപോലെ ഫുഡ് ട്രക്കും അതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഗെയിംസിൽ ഏർപ്പെടുക, പോവാം. അവിടെ ഒരു കുഞ്ഞു മെസ്സി നിന്ന് ഒടിഞ്ഞ് നോക്കുന്നു. ഈ സ്പേസ് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി അടുത്താണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു വീൽ ചെയറിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. അപ്പച്ചനൊക്കെ സിമ്പിളായിട്ട് കളക്ട് ചെയ്തു. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാണ് അപ്പച്ചനെ കളിക്കുന്നത്.